പഹൽഗാം ആക്രമണം ഉണ്ടായതിനു ശേഷം ഇന്ത്യയുടെ നിലപാടുകൾ എന്താണെന്ന് കൃത്യമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അപ്പോഴാണ് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണെന്ന് ലോകം തന്നെ തിരിച്ചറിഞ്ഞത്. പക്ഷേ വിദേശ രാജ്യങ്ങളിലുള്ള പല മാധ്യമങ്ങളും ചോദിക്കുന്നു, അമേരിക്ക ഇടപെട്ടല്ലോ, അമേരിക്കയുടെ സഹായം കൊണ്ടല്ലേ നിർത്തിയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതിന് കൃത്യമായിട്ട് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറഞ്ഞത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ്. അപ്പോൾ എസ് ജയശങ്കറുടെ വാക്കുകൾ, പ്രവൃത്തികൾ എന്താണെന്ന് ഇപ്പോൾ ലോകം കൃത്യമായിട്ട് വീക്ഷിക്കുന്നു. അപ്പോൾ അമിത്ഷായെക്കാട്ടിലും രാജ്നാഥ് സിംഗിന് അപ്പുറത്തേക്ക് ഈ എസ് ജയശങ്കറാണോ മോദിയുടെ ശരിയായ പിൻഗാമിയായി വരിക? അതില്ല അങ്ങനെയൊന്നും മോദിയുടെ പിൻഗാമിയൊന്നും ആവില്ല ജയശങ്കർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടേ ഇല്ല, ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ ആയിട്ടില്ല, ആവാനും സാധിക്കില്ല ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ. പഹൽഗാം സംഭവത്തിന് ശേഷം നടന്നത് സാധാരണ രീതിയിൽ പട്ടാളത്തിൻ്റെ യുദ്ധം നടക്കുമ്പോൾ പട്ടാളം ആണ് യുദ്ധം. ഇത് നയതന്ത്ര രംഗത്തും ഈ യുദ്ധം പാരലലി നടന്നു. പട്ടാളം ഇത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പോസ് ചെയ്തു, പക്ഷെ നയതന്ത്ര രംഗത്തെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ജയശങ്കർ പ്രോമിനൻസിൽ വന്നു. യുദ്ധം കഴിഞ്ഞതിന് ശേഷം, അതായത് മെയ് 10 ശേഷവും നയതന്ത്ര രംഗത്ത് യുദ്ധം തുടർന്നുകൊണ്ട് ആ യുദ്ധത്തിൻ്റെ പട്ടാള മേധാവിയായ ജയശങ്കർ ലൈം ലൈറ്റിൽ വന്നു. മറ്റുള്ളവരൊക്കെ അല്പം പുറകോട്ട് പോയി. സ്വാഭാവികമാണ്. അമിത്ഷായോ രാജ്നാഥ് സിംഗോ ഒന്നുമല്ല ഈ നയതന്ത്ര രംഗത്ത് പെരുമാറുന്നത് ജയശങ്കറാണ്. ജയശങ്കറിന് പ്രോമിനൻസ് വന്നു. ഇതൊന്ന്. പിന്നെ രാഹുൽ ഗാന്ധി, അദ്ദേഹം സാധാരണ മോദിയെയാണ് നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്നത്. പുള്ളിയുടെ സെക്കൻഡ് പ്രിഫറൻസ് അദാനിയായിരുന്നു. ജയശങ്കർ ഒരിക്കലും പുള്ളിയുടെ ഫയറിങ് ടാർഗറ്റിൽ വന്നിട്ടില്ല. ബട്ട് പെട്ടെന്ന് രാഹുൽ ഗാന്ധി ജയശങ്കറിനെ ഫയർ ചെയ്ത് തുടങ്ങി. അപ്പോൾ വീണ്ടും ജയശങ്കർ തിളങ്ങുന്ന താരമായി. എല്ലാ ശ്രദ്ധയും ജയശങ്കറിലേക്ക് പോയി. കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ജയശങ്കറാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതാണ് ജയശങ്കർ പിൻഗാമിയാകുമോ എന്നൊക്കെയുള്ള ചിന്ത വരാൻ കാര്യമാണ്. അത് സാധ്യമല്ല. കാരണം പ്രധാനമന്ത്രി എപ്പോഴും ഒരു പൊളിറ്റീഷ്യനായിരിക്കും. ജയശങ്കർ അക്കാര്യത്തിൽ ഒരു ചരിത്രം സൃഷ്ടിച്ച മനുഷ്യനാണ്. മോദിയുടെ ഫസ്റ്റ് ടേം 2014 സുഷമ സ്വരാജാണ് വിദേശകാര്യമന്ത്രിയായത്. അത് കഴിഞ്ഞുള്ള ടൈമിലാണ് ജയശങ്കർ വരുന്നത്. ആദ്യമായിട്ടാണ് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു IFSകാരൻ, ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ആൾ നേരെ വിദേശകാര്യ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആകുന്നത് ആദ്യമായിട്ടാണ്. പൊളിറ്റീഷ്യനല്ല. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ മന്ത്രിയായി. ഇത് വാസ്തവത്തിൽ മറ്റ് ബ്യൂറോക്രാറ്റുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അദ്ദേഹത്തെക്കാൾ മികച്ചവരെന്ന് അവർ കരുതുന്ന ഒരുപാട് ബ്യൂറോക്രാറ്റ്സ് റിട്ടയർ ചെയ്തവരുണ്ട്, സർവീസിലുള്ളവരുണ്ട്. അപ്പോൾ റിട്ടയർ ചെയ്തവർക്ക് പ്രത്യേകിച്ച് തോന്നി, എന്നെ മന്ത്രിയാക്കുന്നത് ജയശങ്കർ, ഹി വാസ് ജൂനിയർ ടു മീ, അവൻ എൻ്റെ കീഴിൽ ജോലി ചെയ്തവനാണ്. ഈ ഒരു ഫീലിംഗ് പലർക്കും ഉണ്ടാവുമല്ലോ. പിന്നെ ഇതുപോലെ ചില ഡിസ്ഗ്രണ്ടിൽ പട്ടാള മേധാവികളുണ്ട്. തങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ തങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ല എന്നൊക്കെയുള്ള അസംതൃപ്തരായിട്ട് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നു. അവരും അവിടെ ഇവിടെയൊക്കെ ഈ മൊത്തം സംഭവത്തെ കൊച്ചാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിനൊക്കെ ഉത്തരവാദിത്വം ഇപ്പോൾ വരുന്നത് ജയശങ്കറിന് തലയിലാണ്. അപ്പോൾ ജയശങ്കർ ഒരു ചർച്ചാ വിഷയമായി, നല്ലതിനും ചീത്തയ്ക്കുമല്ല. അത് കഴിഞ്ഞാണ് ഈ ഫോറിൻ ഡെലിഗേഷൻ, 59 പേരുടെ ഡെലിഗേഷൻ, 7 ഡെലിഗേഷനായിട്ട് തിരിച്ചിട്ട് 30 രാജ്യങ്ങൾ പ്ലസ് യൂറോപ്യൻ യൂണിയൻ സന്ദർശിക്കാൻ തീരുമാനിക്കുന്നു. ഇതിൻ്റെ അജണ്ട തീരുമാനിക്കുന്ന ഈ സ്ട്രാറ്റജി ഒരുപക്ഷെ മന്ത്രിസഭ ചേർന്നായിരിക്കും തീരുമാനിച്ചത്. ബട്ട് സ്ട്രാറ്റജി മാത്രം പോരല്ലോ, അതിന് അജണ്ട വേണ്ടേ? എന്ത് പറയണം, എന്ത് പറയരുത് എന്ന് തീരുമാനിക്കണം. എന്ത് പറയണം എന്നുള്ളതിനേക്കാൾ വളരെ പ്രധാനമാണ് എന്ത് പറയരുത് എന്നുള്ളത്. അപ്പോൾ ഇത് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് തീർച്ചയായിട്ടും ജയശങ്കറിൻ്റെ നേതൃത്വത്തിലാണ്. ആ സ്ക്രിപ്റ്റാണ് ഓരോ ടീമിനെയും വിളിച്ചിട്ട്, ഈ ടീമിൻ്റെ ടെമ്പർമെൻറ്റും അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം ഈ ടീമിൽ ഞാഞ്ഞൂല് മുതൽ 8 അടി മൂർഖൻ വരെയുണ്ട്. അതിസമർത്ഥനായ ശശി തരൂർ മുതൽ
വളരെ ഔട്ട്സ്പോക്കനായ അസദുദ്ദീൻ ഒവൈസി വരെയുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് പഴയ റെക്കോർഡൊക്കെ എടുത്ത് കുഴപ്പത്തിലാക്കുന്ന നിഷികാന്ത് ദുബെയുണ്ട്. വളരെ മാന്യമായിട്ട് മാത്രം സംസാരിക്കുന്ന ജയ് പാണ്ഡയുണ്ട്. അപ്പോൾ ഇവരുടെ ടെമ്പർമെൻറ്റ് നോക്കിയിട്ട് ആ ടീം തയ്യാറാക്കിയിട്ട്, ഇത് കാഷ്വലായിട്ടല്ല, 59 വെറുതെ 7 ആക്കി അങ്ങ് മാറ്റിയിട്ട് ചെയ്യുന്നതല്ല. അത് കൃത്യമായിട്ട് ആ ടീമിൽ അകത്ത് ഒരു ബാലൻസ് കൊണ്ടുവന്ന് അങ്ങനെ. ഇപ്പം ഞാനും സിനിജിയും കൂടെ ചർച്ചയ്ക്കിരിക്കുന്നു, ഞാനും വേറൊരാളുമായിട്ടാണ് ചർച്ചയ്ക്കിരിക്കുന്നത്, ചിലപ്പോൾ ഇത് അടിവഴക്കിൽ കലാശിക്കും. അതിൻ്റെ ഒരു കെമിസ്ട്രി വേണമല്ലോ ആൾക്കാർക്ക്. അത് നോക്കിയിട്ടാണ് ഈ ടീം തയ്യാറാക്കിയത്. ഇതിൻ്റെ എല്ലാം ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ജയശങ്കറാണ്. ഇപ്പം ജയശങ്കർ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു. പിന്നെ ജയശങ്കറിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ശശി തരൂർ സംസാരിക്കും, ചോദ്യങ്ങൾക്ക് മറുപടി പറയും. ജയശങ്കർക്ക് പലപ്പോഴും ചോദ്യങ്ങൾക്ക് നെറ്റി ചുളിച്ചോ ചെറിയൊരു ചിരിയിലൂടെ, ശരീരഭാഷയിലൂടെ മറുപടി കൊടുക്കും. പ്രത്യേകിച്ച് നോ പറയേണ്ട അവസരങ്ങളിൽ പുള്ളി നോ പറയില്ല. പുള്ളി പറയും ഇൻ എ വേ, ബട്ട് ദെൻ ഓക്കെ ഓഫ് കോഴ്സ്, നോ എന്ന് പറയില്ല. നോ എന്ന് പറയില്ല. ഇതിങ്ങനെ ഈ പല വാക്കുകളിട്ട് ഇദ്ദേഹം കളിക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്ന ആളിനെ മനസ്സിലാക്കി ഇത് നോയാണ് ഉത്തരം, പക്ഷെ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. യെസ് പറഞ്ഞില്ല എന്നുള്ള കാരണം കൊണ്ട് അത് നോയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. നോ പറഞ്ഞ് ആ റിലേഷൻ സ്പോയിൽ ചെയ്യുന്ന സ്വഭാവം ജയശങ്കറിനില്ല. പക്ഷെ അത് രാഷ്ട്രീയക്കാരുടെ സ്വഭാവമല്ലേ? അത് രാഷ്ട്രീയക്കാരുടെ സ്വഭാവമാണ്. രാഷ്ട്രീയക്കാരുടെ സ്വഭാവം പലപ്പോഴും ആപ്ലിക്കബിളാണ്. ബട്ട് നരേന്ദ്രമോദി നോക്കിക്കഴിഞ്ഞപ്പോഴുണ്ടല്ലോ നോളജ് വിദേശകാര്യത്തെപ്പറ്റി, ആ നോളജാണ് നരേന്ദ്രമോദി വാല്യൂ ചെയ്തത്, ഇദ്ദേഹത്തെ മന്ത്രിയാക്കിയത്. പണ്ട് മുതലേ ഇവർക്ക് വാഷിങ്ടണുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവിടെ ഭരിക്കുന്നത് ക്ലിൻ്റൺ ആയിക്കോട്ടെ, ഒബാമ ആയിക്കോട്ടെ, ജോ ബൈഡൻ ആയിക്കോട്ടെ, ട്രംപ് ആയിക്കോട്ടെ, ട്രംപ് രണ്ടാമനായിക്കോട്ടെ, അവിടുത്തെ സിസ്റ്റവുമായിട്ട് നല്ല പരിചയം ജയശങ്കറിനുണ്ട്. ജപ്പാനുമായിട്ട് നല്ല പരിചയമുണ്ട്. ചൈനയുമായിട്ട് നല്ല അടുപ്പമുണ്ട്. ചൈനയിലെ ബ്യൂറോക്രാറ്റ്സുമായിട്ട്, ചൈനയിലും ഈ പറഞ്ഞ പോലെ ടോപ്പിലെ ആൾ ഡെങ് സിയാപിങ് മരിച്ചിട്ട് ഷീ ജിൻപിങ് വരുന്നു, അതിൻ്റെ ഒരു ചില്ലറ വ്യത്യാസം ഉണ്ടാകും. ബട്ട് ബോട്ടം റിമെയിൻ സെയിം വർഷങ്ങളായിട്ട്. അപ്പോൾ അതുമായിട്ട് നല്ല റിലേഷനാണ് ജയശങ്കറിനുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നില്ലേ ഭാരതം 4ാം സ്ഥാനത്തെത്തി. പലരും പറയുന്നത് ജപ്പാനെ പിന്തള്ളി ഭാരതം 4ാം സ്ഥാനത്തെത്തി. ജയശങ്കർ അങ്ങനെ പറയില്ല. 4ാം സ്ഥാനത്തെത്തി എന്ന് പറയും. ജപ്പാനെ പിന്തള്ളി എന്നുള്ളത് അനാവശ്യമായൊരു പ്രയോഗമാണ്, ഇല്ലേ? അതിൻ്റെ ആവശ്യമില്ല. ഞാൻ കണ്ട എല്ലാ വാർത്തയിലും ഡിഫീറ്റിംഗ് ജപ്പാൻ. എന്ത് ഡിഫീറ്റിംഗ്? എന്താ ഓട്ട മത്സരമായിരുന്നോ? ഒരു മേധാവിത്വം കാണിക്കണ്ടേ നമ്മളൊരു നേട്ടം കൈവരിക്കുമ്പോൾ? അത് ചെയ്യരുത്. അത് ചെയ്യുമ്പോൾ ചൈനയെ ഒരു അപമാനിക്കലല്ലേ അത്? ജപ്പാനെ എന്നുവെച്ചാൽ ഇപ്പോൾ TG മോഹൻദാസ് ജയിച്ചു, ഇത് പറഞ്ഞാൽ മതി. സിനുജിയെ തോൽപ്പിച്ചുകൊണ്ട് TG മോഹൻദാസ് ജയിച്ചു എന്ന് പറയുമ്പോൾ സിനുജിയെ കൊച്ചാക്കലുണ്ട് അതിൽ. എന്തിനാണ് അത് ചെയ്യുന്നത്? മാത്രമല്ല ഇത് ഫുട്ബോൾ മാച്ചല്ല, ക്രിക്കറ്റല്ല, അങ്ങനെയൊന്നുമല്ല. ഓരോ രാജ്യവും അവൻ സ്ട്രഗിൾ ചെയ്യുന്നു GDP വർദ്ധിപ്പിക്കാൻ, പെർ ക്യാപിറ്റ വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ കൂടിയും കുറഞ്ഞുമൊക്കെ വന്നു എന്നുള്ള ഒരു ഗ്രേസിൽ നമ്മൾ നമ്മുടെ അച്ചീവ്മെൻറ്റ് പറയാവുള്ളൂ. ജപ്പാൻ ആയതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല, പക്ഷേ ഉള്ളിൽ അവർക്കും ഇഷ്ടപ്പെടുകയില്ല. വൈ ഡു യു കമ്പയർ? നമ്മൾ നമ്മുടെ അച്ചീവ്മെൻറ്റ് പറഞ്ഞാൽ മതി, വേറൊരു രാജ്യത്തെ ചെറുതാക്കാൻ പോകരുത്. അതൊരു നല്ല കാര്യമല്ലേ? നാളെ വീണ്ടും ജപ്പാൻ കയറി വന്നു എന്ന് വെച്ചു, അപ്പോൾ നിങ്ങൾ എന്ത് പറയും? അയ്യോ ഇന്ത്യ തോറ്റേന്ന് പറയുമോ? ഇന്നത്തെ ലോകം മത്സരങ്ങളുടെ അല്ലേ? അപ്പോൾ മത്സരങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ഒരാളെ മറികടന്നു എന്ന് പറയുമ്പോൾ ഒരു അജയ്യത അങ്ങനെ ഇല്ല. അത് നമ്മുടെ റിലേഷൻസ് വഷളാക്കും. അതില്ലാതെ തന്നെ നിങ്ങൾ ജയിച്ചല്ലോ. നിങ്ങൾ 4ാമനാണ് 3ാമനാണ് എന്ന് പറയേണ്ടത് മറ്റുള്ളവരാണ്, നമ്മൾ സ്വയം പറയരുത്. മറ്റുള്ളവർ ഇപ്പം ഫോർബ്സ് മാഗസിനിൽ വന്നു, ടൈം മാഗസിനിൽ വന്നു, IMFൻ്റെ വാല്യുവേഷനിൽ വന്നു. എന്നിട്ട് IMF പറയുകയാണ് ഇന്ത്യ ഹാസ് സ്ലൈറ്റ്ലി ഗോൺ അപ്പ്, നൗ ദേ ആർ ഓക്കുപ്പൈങ് 4th പൊസിഷൻ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ കോട്ട് ദാറ്റ് റിപ്പോർട്ട്. ആ റിപ്പോർട്ട് കോട്ട് ചെയ്യുമ്പോൾ 1, 2, 3, 4 അതിലിപ്പോൾ ആൾക്കാർക്ക് കാണാം ജപ്പാൻ താഴെയാണ് അല്ലെങ്കിൽ ജർമ്മനി താഴെയാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്. അതിനപ്പുറത്തേക്ക് പോകരുത്. അതാണ് ഡിപ്ലോമസി. എനിവേ ജയശങ്കർ അങ്ങനെ ഒരു ക്ലെയിം പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങൾ 4ാം സ്ഥാനത്താണ്, 3ാം സ്ഥാനത്ത് ഒന്നും പറയാൻ പോയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജയശങ്കറിനെ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രയാസമുണ്ട്. പുള്ളിയാണ് പലരും പറയും BJPയുടെ നല്ലൊരു അസറ്റ് രാഹുൽ ഗാന്ധിയാണ്, അതവിടെ ഇരുന്നോട്ടെ, അതിനെ ഉപദ്രവിക്കേണ്ട. BJPക്ക് ഒരുപാട് ഉപകാരങ്ങൾ അറിയാതെ തന്നെ രാഹുൽ ഗാന്ധി ചെയ്യുന്നു. അതിലൊരു ഉപകാരം ചെയ്തത് ആണ് ഈ ജയശങ്കറിൻ്റെ വലിപ്പം വർദ്ധിച്ചത്. ജയശങ്കർ പിൻഗാമിയാകുമോ എനിക്ക് ഐ ഡോണ്ട് തിങ്ക് സോ. ഈവൻ റിമോട്ട്ലി അങ്ങനെ ഒരു ഇതില്ല. ജയശങ്കറിന് അങ്ങനെ അംബീഷനും ഇല്ല. BJPയുടെ സെറ്റപ്പ് അനുസരിച്ച് സ്വാഭാവികമായ ഒരു ചോയ്സായിട്ട് ജയശങ്കർ വരികയുമില്ല. ചുരുക്കി പറഞ്ഞാൽ മോദിയുടെ തന്ത്രം വിജയിപ്പിക്കാനുള്ള ഒരു കരുവായിട്ട് ജയശങ്കറിനെ ഉപയോഗിച്ചു, അത് വിജയിച്ചു, അങ്ങനെയാണ്. അല്ല, ബേസിക്കലി നമ്മൾ ഈ ക്രൈസിസ് ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു ടീം വളരെ സ്ട്രോങ് ആയിരുന്നു. മോദി, രാജ്നാഥ് സിംഗ്, അമിത്ഷാ, ജയശങ്കർ, ഈ 4 പേരുടെ അവർ വളരെ കോർഡിനേറ്റഡായിട്ടും ഏകമനസ്സോടെയും പ്രവർത്തിച്ചു. അപ്പോൾ അതിൽ ഇപ്പോഴും ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ പ്രൊമിനൻസിൽ സ്റ്റിൽ യുദ്ധം തുടരുന്നത് ഡിപ്ലോമാറ്റിക് രംഗത്താണ്. അപ്പോൾ അതിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ജയശങ്കർ മുഴച്ചു നിൽക്കുന്നു വാർത്തകളിൽ. അപ്പോൾ 3.5 പതിറ്റാണ്ടിൻ്റെ അനുഭവ സമ്പത്ത് നമുക്ക് ഗുണകരമാക്കി ജയശങ്കർ എന്ന് പറയും. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.